നമ്മുടെ സിജോയും ജിൻഡോയും കൂടി ഇപ്പൊ ലൈവിലിരുന്ന് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. ആരുടെയും പേരൊന്നും എടുത്ത് പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷെ അഭിഷേകിനെ പറ്റി പറഞ്ഞ പോലെയാണ് എനിക്ക് തോന്നിയത്. കാരണം ടാസ്ക് വരുമ്പോൾ ഇത്തിരി അഗ്രസീവ് സ്വഭാവം കാഴ്ചവെക്കാറുള്ളത് അഭിഷേക് മാത്രമാണ് ആ വീട്ടില്. കാര്യത്തിലേക്ക് കിടക്കാം. പോസിറ്റീവ് അടിച്ചില്ലെങ്കിലും നെഗറ്റീവ് അടിക്കരുത് എന്നൊരു ഒറ്റ ചിന്തയെ എനിക്കുള്ളൂ. ഈ ഒരു സമയം നെഗറ്റീവ് ഒത്തിരി വരാൻ സാധ്യതയുള്ള ഒരു സമയമാണ്. അതുകൊണ്ട് ഞാൻ നെഗറ്റീവുകൾ ഇങ്ങനെ പരമാവധി ഒഴിവാക്കാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത്. അപ്പോഴാണ് അവൻ ഈ രീതിയിലുള്ള ഒരു പരിപാടി കാണിക്കുന്നതെന്ന് ജിൻഡോ പറയുന്നു. ഈ രീതിയിൽ ജിൻഡോ സംസാരിക്കുന്നു. ഞാനാണേലും അധികം ഫിസിക്കൽ ആവാൻ താല്പര്യമില്ലാത്തൊരു വ്യക്തിയാണ്. പലപ്പോഴും അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഞാൻ ഒഴിവാക്കാറുണ്ട് എന്ന് സിജോ പറയുന്നു. മറ്റേ സീലടിക്കുന്ന ടാസ്കില് ഋഷി എന്നെ പിടിക്കാൻ വന്നു. നിന്റെ ഒരു തള്ളനില്ല അവൻ. പിന്നെ നീ ആണേലും നല്ല രീതിയിൽ കൺട്രോൾ ചെയ്ത് നിൽക്കുന്ന പോലെ എനിക്ക് തോന്നി ആ ഒരു ടാസ്കിനകത്ത്. നീ അങ്ങനെ നിൽക്കുന്ന ഒരാളാണ്. നീയും ഞാനും ആ കാര്യത്തിൽ ഒരേപോലെയാണെന്നുള്ള രീതി ജിൻഡോ പറയുന്നുണ്ട്. പക്ഷെ ഞാൻ എൻ്റെ ആരോഗ്യനിലയ്ക്ക് ഉള്ളവരുമായിട്ട് ഈ രീതിയിൽ മുട്ടാൻ പോകാറുള്ളൂ. ഋഷിയൊക്കെ ആയിട്ട് മുട്ടിയാൽ അവന്റെ കാര്യം വേറെ അവസ്ഥയിലാകുന്ന രീതി ജിൻഡോ പറയുന്നുണ്ട്. സിജോ അതിനെ ശരിവെക്കുന്നു. രണ്ടുപേരുടെയും കോൺവെർസേഷൻ നല്ല രീതിയിൽ ട്രിം ചെയ്ത പോലെയൊക്കെ എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. പേര് സഹിതം പറയുന്നുണ്ടായിരിക്കാം ആരെ പറ്റിയാണ് ഈ ഒരു കാര്യം പറയുന്നതെന്നുള്ളത്. അതൊന്നും കാണിക്കാത്തതായിരിക്കാം ചിലപ്പോൾ. ബിഗ് ബോസ് ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ മുക്കാറുണ്ടല്ലോ. എനിക്ക് തോന്നുന്നത് അഭിഷേകാണെന്നാണ് കേട്ടോ. ഇന്നലെ ആ ഒരു താക്കോൽ എടുക്കുന്നതിന്റെ ഭാഗമായിട്ട് നോറയെ ലൈറ്റായിട്ടൊന്ന് ഉപദ്രവിച്ചിട്ടുണ്ടായിരുന്നു അഭിഷേക്. അറിഞ്ഞുകൊണ്ടൊന്നും ആയിരിക്കത്തില്ല. ടാസ്ക് വരുമ്പോൾ പുള്ളിക്ക് അത് എങ്ങനെയും ജയിക്കണം എന്നൊരു മൈൻഡാണ്. അതൊരു നല്ല സ്പോർട്സ്മാന്റെ ലക്ഷണമൊക്കെ തന്നെയാണ്. പക്ഷെ ആ ഒരു ചിന്താഗതി ഇത്തിരി ഓവർ ആവുമ്പോഴാണ് നമ്മൾ വിമർശിക്കേണ്ടി വരുന്നത്. എന്തായാലും ലൈവ് കണ്ട ആളുകൾ ഇത് എന്താണ് സംഭവം എന്നുള്ളത് കമന്റ് ഇടുക. ആരെ പറ്റിയാണ് പറഞ്ഞതെന്ന് നിങ്ങൾക്ക് തോന്നുന്നു എന്നുള്ളത് നിങ്ങൾ കമന്റ് ഇട്ട് അറിയിക്കുക. ഇപ്പോൾ ലൈവൊക്കെ ആകെ ഉറങ്ങിയ മട്ടാണ്. ശനിയാഴ്ചകൾ പോലും ഇതിലും കണ്ടന്റ് എനിക്ക് കിട്ടാറുണ്ട്. ഇതിപ്പോ ഡ്രൈഡേക്കാൾ കഷ്ടമാണെന്ന് എനിക്ക് പറയാനുള്ളൂ. എപ്പിസോഡിനകത്തും കാര്യമായിട്ടൊന്നും കാണത്തൊന്നുമില്ല. നോക്കട്ടെ പോയി. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.